നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റ് സ്ലിപ്പുകളിലെ എണ്ണവും തമ്മിൽ യാതൊരു പൊരുത്തക്കേടുകളും കണ്ടെത്താനായില്ലെന്നും അതിനാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തിയെന്ന മഹാവികാസ് അഘാഡിയുടെ ആരോപണം തള്ളുകയാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കണ്ണുകടി എന്ന് തോന്നാമെങ്കിലും ലക്ഷ്യമിടുന്നത് കലാപമോ എന്ന് സംശയിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. BJP നേതൃത്വത്തിലുള്ള മഹായുതി മുന്നണി മഹാരാഷ്ട്ര നിയമസഭ തെരഞ്ഞെടുപ്പിൽ 288-ൽ 235 സീറ്റുകളും തൂത്തുവാരിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാട്ടിയിട്ടാണെന്ന ആരോപണം കൊഴുപ്പിച്ച് കോൺഗ്രസും ഉദ്ധവ് താക്കറെ ശിവസേനയും NGOകളും. തെരഞ്ഞെടുപ്പ് ഫലവും വന്നു. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. എന്നിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന പ്രചാരണം കൂടുതൽ ശക്തമാവുകയാണ്. അതിനർത്ഥം ബംഗ്ലാദേശ് പോലെ ഒരു കലാപം മഹാരാഷ്ട്രയിൽ അഴിച്ചുവിടാൻ ഗൂഢ പദ്ധതിയുണ്ടെന്ന അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകൻ ആശിഷ് ചിത്രാൻഷി നൽകിയ മുന്നറിയിപ്പ് ശരിയാണെന്നാണോ? മോദി സർക്കാരിനെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പേരുകേട്ട തീവ്ര ഇടതുപക്ഷ പ്രചരണ പോർട്ടലായ ദി വയറിന് നൽകിയ അഭിമുഖത്തിൽ ശിവസേന UTB നേതാവ് റാവുത്ത് ജനാധിപത്യം അപകടത്തിലാണ് എന്ന അടിസ്ഥാനരഹിതമായ ഭയം ഉണർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെ നിഷേധിക്കുകയും ഭരണമാറ്റത്തിന് നിർബന്ധിതരാകാൻ ഇന്ത്യയിൽ സിറിയ പോലുള്ള അട്ടിമറി നടക്കുമെന്ന് ഊന്നി പറയുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെതിരായ കലാപത്തിന് സമാനമായി സമരത്തിന്റെയും പ്രചാരണത്തിന്റെയും മുൻപന്തിയിൽ NGO സംഘടനകൾ ഉണ്ട് എന്നതാണ് സംശയം ജനിപ്പിക്കുന്നത്. ഈ NGOകൾക്ക് പിന്നിൽ ചില ന്യൂനപക്ഷ സംഘടനകളുമുണ്ട്. അതാണ് കലാപത്തിനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം തീപ്പന്തവുമായി കുറേയധികം പേർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം കത്തിച്ചിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ ശവമടക്ക് എന്ന പേരിലാണ് ഇതേക്കുറിച്ചൊരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള 180 NGO സംഘടനകൾ പിന്നിൽ പ്രവർത്തിച്ചതായി പറയുന്നു. സാമൂഹ്യ സേവനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ ഓമനപ്പേരിൽ പ്രവർത്തിക്കുന്ന NGO സംഘടനകളുടെ യഥാർത്ഥ ലക്ഷ്യം രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളാണെന്ന് വേണം കരുതാൻ. ഈ സംഘടനകൾക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് ഈയിടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രഖ്യാപിച്ചിരുന്നു. ഈയിടെ അന്വേഷണാത്മക പത്രപ്രവർത്തകൻ ആശിഷ് ചിത്രാൻഷി പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ കലാപം നടത്താൻ ശ്രമം നടക്കുന്നു എന്നാണ്. സിറിയയിലെ അസ്ഥിരതയിൽ ഊന്നി നിൽക്കുന്നതിന് മുമ്പ് തന്നെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് സ്വച്ഛാധിപത്യത്തിനെതിരായ ജനാധിപത്യ പ്രകടനമായി വാഴ്ത്തി കലാപം ഇളക്കിവിടാൻ പ്രതിപക്ഷവും അവരുടെ മാധ്യമങ്ങളും ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ക്വിന്റ് എന്ന മാധ്യമം പുറത്തുവിട്ട കള്ളക്കഥയാണ് രസകരം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം നിർമ്മിക്കുന്ന ECIL എന്ന കമ്പനിയിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്നവർ പറഞ്ഞ ഒരു അഭിപ്രായം ചൂണ്ടിക്കാട്ടി ഭീതിയും വിദ്വേഷവും പരത്താനാണ് ക്വിന്റ് ശ്രമിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ സിംബൽ ലോഡിംഗ് യൂണിറ്റ്, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യന്ത്രവിഭാഗം ഉപയോഗിച്ച് ചെയ്യുന്ന വോട്ടുകളിൽ കൃത്രിമം കാട്ടാൻ കഴിയും എന്ന് ജീവനക്കാർ പറഞ്ഞു എന്നത് വലിയ ഗൗരവത്തോടെയാണ് ക്വിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആലോചിച്ചു നോക്കണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന പരാതിയിൽ മഹാരാഷ്ട്രയിലെ 288 നിയോജക മണ്ഡലത്തിലെ 5 വീതം വിവിപാറ്റ് യന്ത്രത്തിലെ സ്ലിപ്പുകൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. 1440 വിവിപാറ്റ് യന്ത്രങ്ങളിലെ സ്ലിപ്പുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി താരതമ്യം ചെയ്തപ്പോൾ യാതൊരു പൊരുത്തക്കേടുകളും ഇല്ലെന്നാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് മഹാവികാസ് അഘാഡിയുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള പരാതികൾ തള്ളുകയും ചെയ്തു. എന്നിട്ടും കോൺഗ്രസ് അടങ്ങുന്ന ലക്ഷ്യമില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ പേരിലുള്ള കലാപം മഹാരാഷ്ട്രയിലാണ് ആരംഭിക്കുകയെങ്കിലും ക്രമേണ ഇന്ത്യ മുഴുവൻ പരത്തി ഒരു രാഷ്ട്രീയ സുനാമി സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകൻ ആശിഷ് ചിത്രാൻഷി നൽകുന്ന മുന്നറിയിപ്പ്. മഹാവികാസ് അഘാഡിയിലെ MLA-മാരെ കൊണ്ട് കൂട്ടരാജിവെപ്പിക്കാനും നീക്കമുള്ളതായി പറയുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ കൃത്രിമങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷമെന്ന് പ്രിയങ്ക ചതുർവേദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയവും ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള JMM മുന്നണിയുടെ വിജയവും ഇതേ വോട്ടിംഗ് യന്ത്രം സൃഷ്ടിച്ചതാണെന്ന കാര്യം മറന്നോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്തരമില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ നടത്തുന്ന സമരത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ സർക്കാരും രാജിവെക്കുകയല്ലേ ആദ്യം ചെയ്യേണ്ടത്? കോൺഗ്രസ് ജയിച്ചാൽ വോട്ടിംഗ് യന്ത്രങ്ങൾ ശരിയായി പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവയെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.